എത്ര ടെൻഷൻ അടിച്ചിരുന്നാലും ഒരു തമാശ കേൾക്കുമ്പോൾ അല്പമെങ്കിലും ആശ്വാസമുണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്. മനസ്സ് തുറന്ന് ചിരിച്ചുകൊണ്ടിരിക്കുവാനാണ് എല്ലാവർക്കും ഇഷ്ടം. ചിരിക്കുവാനുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. ക്യാമറയിൽ പതിഞ്ഞ കുറച്ച് ചിരി മുഹൂർത്തങ്ങൾ ഈ വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നാട്ടിൻപുറങ്ങളിൽ ആളുകൾ പുഴയിൽ ചാടി കുളിക്കുന്നവരാണ്. അവരുടേതായ പല പല അഭ്യാസങ്ങളും അവിടെ കാണുവാൻ സാധിക്കും. വെള്ളത്തിലേക്ക് കറങ്ങി ചാടുന്നതൊക്കെ വളരെ രസകരമാണ്. അത്തരത്തിലുള്ള ഒരു ഉഗ്രൻ സ്കില്ല് ഈ ചേട്ടൻ കാണിക്കാൻ പോവുകയാണ്. ചേട്ടന് എവിടെയോ എന്തോ ഒന്ന് തെറ്റിപ്പോയി. കേരളത്തിലെ റോഡുകളിലൂടെ നടക്കാൻ പോകുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത്. നമ്മുടെ കട്ടറുകൾക്ക് കുറുകെ ചാടിക്കടക്കുവാൻ ഇത് വളരെയധികം സഹായിക്കും. എന്നാൽ ഇത് പ്രാക്ടീസ് ചെയ്യാൻ മടി കാണിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുക എന്ന് ഈ ചേട്ടൻ നമുക്ക് കാണിച്ചു തരും. പ്രാക്ടീസ് ഇല്ലാത്ത ചേട്ടന്റെ ഒരു ഉഗ്രൻ ചാട്ടം. ഈ പൂച്ചയുടെ പതുങ്ങിയുള്ള നടത്തം കണ്ടാൽ അറിയാം ഈ പ്രാവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന്. ഭീകരനായ പൂച്ച പ്രാവിന്റെ അടുത്തേക്ക് എത്തിയതും നല്ല റൊമാൻറ്റിക് ആയിട്ട് 2 കിസ് അടിച്ചിട്ടങ്ങ് പോയി കള്ളൻ. ഫാൻ മോഷ്ടിക്കാൻ ഇറങ്ങിയ 2 കള്ളന്മാരാണ് ഇത്. ഒരു കട്ടിൽ കുത്തി നിർത്തി ഒരാൾ മുകളിൽ കയറി ഫാൻ അഴിക്കുകയും രണ്ടാമത്തെയാൾ കട്ടിൽ ബാലൻസ് ചെയ്ത് പിടിച്ചു നിർത്തിയിരിക്കുകയുമാണ്. ഫാൻ അഴിച്ചെടുത്ത് വായനോക്കിയായ ഈ കള്ളന്റെ കയ്യിലേക്ക് ഫാൻ കൊടുത്തു. ബുദ്ധിമാനായ ഇദ്ദേഹം 2 കൈ കൊണ്ടും ഫാൻ വാങ്ങാൻ തുടങ്ങിയതും മൂത്ത കള്ളൻ അവന്റെ മുത്തപ്പനെ വിളിച്ച് അവിടെ നിന്ന് ഊഞ്ഞാലാടി. അതും പോരാഞ്ഞിട്ട് വായ നോക്കി നിന്ന മണ്ടൻ കള്ളൻ ആശാനെയും ആകാശത്താക്കി ആത്മാവും കൊണ്ടോടി. ചില ആത്മീയന്മാർക്ക് ധൈര്യം അല്പം കൂടുതലാണ്. അത്തരത്തിലുള്ള ധൈര്യമുള്ള ഒരു ആത്മീയനാണ് ഈ ബാബാജി. വിരണ്ടു നിൽക്കുന്ന കാളയുടെ അടുത്തേക്ക് ധൈര്യപൂർവ്വം നടന്നു പോയതാണ്. കാള ബാബാജിയെ ഹിമാലയത്തിലേക്ക് ഓടിച്ചു കയറ്റി. കൗതുകം നിറഞ്ഞ കാഴ്ചകൾ ഫോട്ടോസ് എടുത്ത് വയ്ക്കുന്നതിൽ തെറ്റില്ല. കൗതുകത്തോടെ ഒരു മീൻ പിടിച്ച് അതിന്റെ ഫോട്ടോ എടുക്കുകയാണ് ഈ പെൺകുട്ടി. എന്നിട്ട് നന്മയുള്ള ഈ പെൺകുട്ടി മീനിനെ വെള്ളത്തിലേക്ക് തിരിച്ചിട്ടതായിരുന്നു. കൈ മാറിപ്പോയി. മീനിന് പകരം മൊബൈൽ വെള്ളത്തിലേക്ക് ഇട്ടു. പാവം. ക്യാമറ പിടിച്ച് നിൽക്കുമ്പോൾ നോക്കിയും കണ്ടും നിന്നില്ലെങ്കിൽ ഈ ഗതിയായിരിക്കും. കുടകളുടെ പരിണാമങ്ങൾ വളരെ വേഗത്തിലായിരുന്നു. ഓലക്കുടയിൽ നിന്ന് ഈ ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന കുടയിലേക്ക് വരെ പെട്ടെന്ന് കാലമെത്തി. ഇതാണ് ലേറ്റസ്റ്റ് ടെക്നോളജിയുള്ള കുട. ഗെയിം കളിച്ച് പണം നേടാൻ സാധിക്കുന്നത് അല്പം രസമുള്ള കാര്യമാണല്ലേ. അത്തരത്തിലുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് പ്ലെയർ സ്പോട്ട്. ഇവിടെ 50 ലക്ഷം രൂപ വരെ ഡെയിലി വിന്നിംഗ്സ് ഉണ്ട്. ഫ്രൂട്ട് സ്ലൈസ്, സ്നേക്ക് ആൻഡ് ലാഡർ, ഷീപ്പ് ഫൈറ്റ്, റമ്മി, ഹൗസി, ചെസ് പോലെയുള്ള 15+ ഗെയിംസ് ഇവിടെയുണ്ട്. കൂടാതെ ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് ആയ ലുഡോയും കളിച്ച് ലക്ഷങ്ങൾ സമ്മാനം നേടാം. ഇവിടെ ലൈവ് ചാറ്റും ഫ്രണ്ട്സിനൊപ്പം കളിക്കാൻ പ്രൈവറ്റ് ലുഡോ പോട്ടും ഉണ്ട്. 100% സെക്യൂർ ആയ മെയ്ഡ് ഇൻ ഇന്ത്യ ആപ്പാണ് ഇത്. 7 മില്യൺ+ യൂസേഴ്സ് നിലവിലുണ്ട്. ഈസി വിഡ്രോവലും ഇവിടെ സാധ്യമാണ്. പ്ലേസ് 200 എന്ന റെഫറൽ കോഡ് വെച്ച് 200 രൂപ സൈനപ്പ് ബോണസ് നേടാം. നിങ്ങളുടെ റെഫറൽ ലിങ്ക് വഴി ഫ്രണ്ട്സിനെ ഇൻവൈറ്റും ചെയ്യാം. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. താങ്ക് യു. ഏതൊരാളും ഒരു തവണ പറ്റിയ പറ്റ് പിന്നീട് സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കും. ഈ ചേട്ടന് പറ്റിയത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് കേക്ക് ഫേഷ്യൽ ഇന്ന് സ്ഥിരം കാഴ്ചയാണ്. അത്തരത്തിലൊരു കേക്ക് ഫേഷ്യൽ നടക്കാൻ പോവുകയാണ് ഇവിടെ. അതിനിടയ്ക്ക് ഒരു മണ്ടൻ എല്ലാം തുലച്ചു. ഒരു ടിക്ടോക്കിൽ സ്റ്റൈലൻ വീഡിയോ ഇട്ട് വൈറലാകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഡോൺ ചേട്ടൻ. സ്ലോ മോഷനിൽ നടന്നു വന്ന് നടുവും തല്ലി ഒറ്റ വീഴ്ച. ഡോൺ ചത്തു.
ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എന്നും ഒരുപോലെ ആയിരിക്കില്ല. ഓർക്കാപ്പുറത്ത് ജീവിതം മാറി മറിയും. ഈ പെൺകുട്ടിയുടെ മുഖത്തുള്ള ഈ ചിരിയും പെട്ടെന്നങ്ങ് ഇല്ലാണ്ടായി. വീഡിയോ കോൾ ചെയ്ത് സന്തോഷിച്ചിരുന്നപ്പോഴായിരുന്നു ആ സംഭവം. ഒട്ടിച്ചു വെച്ചതെല്ലാം താഴെ ചാടിപ്പോയി. ആ ഇരിപ്പ് കണ്ടില്ലേ, പാവം. വെള്ളമടിച്ച് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് ഒരാഗ്രഹം, ഒരാളെ ഉമ്മ വെക്കണമെന്ന്. മുന്നിൽ കണ്ടതാണെങ്കിലോ ഒരു പോലീസുകാരനെയും. ഒന്നും നോക്കിയില്ല, പിടിച്ചു നിർത്തി ഒരു ഉമ്മ വെച്ചു കൊടുത്തു. പക്ഷെ പോലീസുകാരൻ തിരിച്ച് ഒരടിയും വെച്ചു കൊടുത്തു. ഇതിൽ ഏറ്റവും വലിയ കോമഡി തല്ലുകൊണ്ടിട്ടും കളിച്ച ഡാൻസിന്റെ ബാക്കി അദ്ദേഹം നിർത്തിയില്ല എന്നുള്ളതാണ്. തായ്ലാൻഡിലെ ഒരു സ്വർണ്ണക്കടയിൽ വെച്ചുണ്ടായ സംഭവമാണ് ഇത്. ഈ വിസ വന്ന് കള്ളനെ സുഖവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി. കൂട്ടുകാരുമായി ഒന്നിച്ചിരുന്നപ്പോൾ ഈ ചേട്ടന് ഒരാഗ്രഹം. അവിടെയുള്ള വേസ്റ്റ് ബാസ്ക്കറ്റുകളുടെ മുകളിലൂടെ ഓടിക്കൊണ്ട് തന്റെ സാഹസികത മറ്റുള്ളവരെ കാണിക്കണമെന്ന്. അതിനുവേണ്ടി കൂട്ടുകാരനെ കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യിക്കുന്നുമുണ്ട്. അവസാനം ഈ വേസ്റ്റ് കറക്റ്റ് വേസ്റ്റ് ബാസ്ക്കറ്റിൽ തന്നെ വീണു. ചുമ്മാതിരിക്കുന്നവരെ ചൊറിയാൻ ചെല്ലുന്ന ആളുകളുടെ പ്രതിനിധിയാണ് ഈ കുട്ടൂസൻ. ഈ പെൺകുട്ടിയുടെ തലയിലേക്ക് ബോൾ എറിഞ്ഞതും അടിച്ചാൽ തിരിച്ചടിക്കുന്ന ജാതിയാ. സ്റ്റേജുകളിലേക്ക് ഓടിക്കയറി കലാകാരന്മാർക്ക് സമ്മാനം കൊടുക്കുന്ന ചില ചേട്ടന്മാരുണ്ട്. അതുപോലെ ഒരു ചേട്ടനാണ് ഇത്. എക്സൈറ്റ്മെന്റ് അല്പം കൂടിപ്പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. മറ്റൊരു വ്യത്യസ്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.